ഹായ് എവ്രി വൺ. ആദ്യം തന്നെ ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. കാരണം ഞാൻ കർക്കിടകം 1-ന് തന്നെ നമുക്ക് ഈ ചാനലിൽ കർക്കിടകം സ്പെഷ്യൽ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് ഒരൊറ്റ വീഡിയോയെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. മഞ്ഞൾ, കോലരയ്ക്ക്, വെമ്പട്ട, മഞ്ചിഷ്ട തുടങ്ങിയ 7ഓളം പച്ചമരുന്നുകൾ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കുറുക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓയിലാണിത്. ഇത് നിങ്ങളുടെ എല്ലാ സ്കിൻ കണ്ടീഷൻസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങളുടെ ചുളിവുകൾ മാറാനായിട്ട്, ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, മുഖക്കുരു വന്ന പാട്, ചർമ്മത്തിന് തിളക്കം, പിന്നെ ഈവൻ ടോൺ നൽകാൻ, പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട്, അതുപോലെ നല്ല രീതിയിൽ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നൽകാനായിട്ട് എല്ലാം ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ഞാൻ എന്തൊക്കെ പച്ചമരുന്നുകളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നും അതിൻ്റെ സ്കിൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും ഞാൻ ഇതിലൂടെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ കോലരക്കാണ്. ഇത് ബേസിക്കലി ഒരു പശയാണ് കേട്ടോ. ഇതിൽ വളരെയധികം ലാക്റ്റിക് ആസിഡും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ഉണ്ട്. ഇത് ചർമ്മത്തിൻ്റെ ചുളിവ് മാറ്റാനും തിളക്കം നിലനിർത്താനും മുഖക്കുരു വന്ന പാട് മാറ്റാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ചർമ്മത്തിലെ അഴുക്കൊക്കെ മാറ്റി എണ്ണമയമൊക്കെ മാറ്റി ചർമ്മം ശുദ്ധമാക്കുന്നു. അടുത്തത് ഇരട്ടി മധുരമാണ്. ഇത് നമ്മുടെ ചർമ്മത്തിന് തിളക്കം നൽകാനും നമ്മുടെ പാടുകളൊക്കെ മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിൻ യൂത്ത്ഫുള്ളായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ മഞ്ഞളാണ്, നമ്മുടെ സാധാരണ പച്ചമഞ്ഞൾ. ഇത് ചർമ്മത്തിലെ പാടുകൾ മാറ്റാനും മൂക്കുരു മാറ്റാനും അണുബാധ മാറ്റാനും തിളക്കം കൊണ്ടുവരാനും ഒക്കെ സഹായിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ രക്തചന്ദനാണ്. ഇത് പിമ്പിൾ മാർക്കും കറുത്ത പാടൊക്കെ മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇത് വെമ്പട്ടയാണ്, തവിട്ട് വെമ്പാല എന്നൊക്കെ പറയും. ഇത് സ്കിൻ ലൈറ്റനിങ്ങിനും സ്കിൻ ഇഷ്യൂസിനും ഒക്കെ വളരെയധികം നല്ലതാണ്. പിന്നെ എടുത്തേക്കുന്നത് മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ട ഇതുപോലെ തന്നെ പിമ്പിൾ മാർക്ക് മാറാനും പിമ്പിൾ വരാതിരിക്കാനും നമ്മുടെ സ്കിന്നിലുള്ള എക്സ്ട്രാ ഓയിൽ ഉണ്ടല്ലോ, സെബം പ്രൊഡക്ഷൻ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അതാ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. കാരണം ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കറണ്ടൊന്നും ഒട്ടും ഇല്ലാതിരുന്നത് കൊണ്ടിട്ട് നമുക്ക് അകത്ത് ഒട്ടും ലൈറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് തട്ടിക്കൂട്ടിയ ഒരു അടുപ്പാണിത്. പറമ്പിലായാലും നല്ല മഴ കാരണം നല്ല രീതിയിൽ മോശമായിട്ട് കിടക്കുമായിരുന്നു. ഞങ്ങൾ ഒരുവിധം ഒന്ന് സെറ്റ് ചെയ്തതാണ് ഒന്ന് മഴ തോർന്നപ്പോഴത്തേക്കും. ഞാനിവിടെ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. 1 ലിറ്റർ വെളിച്ചെണ്ണയിലോട്ടാണ് ഇതെല്ലാം 100 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. ഈ എല്ലാ ഐറ്റങ്ങളും ഞാൻ 100 ഗ്രാമാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ ഇതിലോട്ട് മഞ്ഞളാണ് ആഡ് ചെയ്തേക്കുന്നത്. മഞ്ഞൾ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയെല്ലാം ഓരോന്നായിട്ട് ആഡ് ചെയ്യുകയാണ്. ഈ നമുക്കിതെല്ലാം പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ. ഒന്നും അധികം എക്സ്പെൻസീവായിട്ടുള്ള ഐറ്റം ഒന്നുമല്ല. നിങ്ങൾക്കിത് തിരക്കി ഒത്തിരി അലയേണ്ടി അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടും. പിന്നെ ഇതൊക്കെ ഉണ്ട്, ഇരട്ടി മധുരം, അതൊക്കെ കൂടുതലും ഇങ്ങനെ റോ ആയിട്ട് തന്നെ തടിയായിട്ട് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ പൊടി നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയും അറിയാവുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ നിന്ന് മേടിക്കുക. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇരട്ടി മധുരം ആയാലും മഞ്ഞളൊക്കെ ആയാലും കോലരൊക്കെ, ഇതെല്ലാം ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലോണം അരകല്ലേൽ ഇടിച്ച് ചതച്ചെടുത്തതാണ്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് തന്നെ ഇരിക്കും. ഇതിൽ ഈ തവിട്ട് വെമ്പാട ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ നല്ലോണം കഴുകി ഒന്ന് വെള്ളമൊക്കെ ഊറ്റി മാറ്റിയിട്ടാണ് ചേർക്കുന്നത്. തവിട്ട് വെമ്പാല നമുക്ക് അങ്ങനെ കഴുകാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ അതെങ്ങനെ ഇരിക്കുന്നതെന്ന്. പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് രാമച്ചമാണ്. രാമച്ചം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കൂളിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ രാമച്ചം നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ റെജുവിനേറ്റ് ചെയ്യുകയും സൂത്തൻ ചെയ്യുകയൊക്കെ ചെയ്യും. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മൂട്ടി പിടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ തീ ഓവറാകാനും പാടില്ല. ഒരു മൈൽഡായിട്ടുള്ള ഒരു തീയേ പാടുള്ളൂ. ആ തീയിൽ വെച്ചിട്ട് നമ്മളിതെല്ലാം ഇളക്കി ഈ എണ്ണയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം.
ഇത് നിങ്ങൾ ഇട്ടിട്ട് എങ്ങോട്ടും പോവുകയൊന്നും ചെയ്യരുത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഇളക്കി തന്നെ ഇരിക്കണം. അതുപോലെ തീയും കുറഞ്ഞ് കെട്ടുപോവുകയോ കൂടിപ്പോവുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ സൂക്ഷ്മമായിട്ട് വേണം ഇത് ചെയ്യാൻ തന്നെ. വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലെയുള്ള 2, 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒത്തിരി തീയായി മൂട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ എണ്ണ കൊണ്ട് ഒരു കാര്യവുമില്ല കേട്ടോ. അതിന് യാതൊരുവിധ ബെനിഫിറ്റ്സും ഉണ്ടാകത്തില്ല. പിന്നെ അത് അങ്ങോട്ട് കളഞ്ഞേച്ചാൽ മതി. അതുകൊണ്ട് നമ്മളിതിങ്ങനെ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് നല്ലോണം തയ്യാറായി കിട്ടും കേട്ടോ. ഈ ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ഇത് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഫേസിലും കയ്യിലും കാലിലും വയറിലും എല്ലായിടത്തും നമുക്ക് തേച്ച് പിടിപ്പിക്കാം. കുഞ്ഞു കുട്ടികൾ മുതൽ ഇത് തേക്കാവുന്നതാണ്. മഞ്ഞൾ അലർജി ഉള്ളവർ മഞ്ഞൾ ഇടണ്ട കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ബാക്കി ഇതിൽ ഏതെങ്കിലും അലർജിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് മാറ്റാം. അതുപോലെ എന്തെങ്കിലും ഐറ്റം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് ഇന്നത് തന്നെ വേണമെന്ന് റൂളൊന്നുമില്ല. നിങ്ങൾക്ക് 3 ഐറ്റമേ ഉള്ളൂ. ആ 3 ഐറ്റം വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തേക്കേണ്ടത് കുളിക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് തേച്ച് പിടിപ്പിക്കുക. 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് തീരെ നിവൃത്തിയില്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകുക. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പയറുപൊടിയോ അതല്ലെങ്കിൽ ഇഞ്ചി വെച്ച് തേച്ച് കുളിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള ബാത്ത് പൗഡർ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് തേച്ച് കുളിക്കാം. ഞാനൊരു ബാത്ത് പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഇതുപോലുള്ള ഏതെങ്കിലും നാച്ചുറൽ ഐറ്റം വെച്ചിട്ട് തേച്ച് കുളിക്കുന്നതായിരിക്കും ഇതിന് ഫുൾ ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ ഈ എണ്ണയുടെ മൂപ്പ് എങ്ങനെ കണക്കാക്കേണ്ടതെന്ന് അമ്മ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. നല്ല മൂപ്പായ മണം. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ലോണം മൂത്ത് പൊടിയുന്നു. ആ പരുവത്തി ഇറക്കണം. പിന്നെ എണ്ണയ്ക്ക് നല്ല കളറ്, ചുവന്ന കളറ്. അതാണ് മൂപ്പ്. അങ്ങനെ നമ്മുടെ ഓയിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. തണുത്തതിന് ശേഷം ഒരു ബോട്ടിലിലോട്ട് മാറ്റുവാണ് അമ്മ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറെ ഒരു കർക്കിടക സ്പെഷ്യൽ എപ്പിസോഡുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബൈ.